ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ മനീഷാണെങ്കിൽ മഹേഷ് ഭീഷണിപ്പെടുന്നത് കേട്ട് പേടിച്ച് നിൽക്കുകയാണ്. അവൻ പറയുന്നുണ്ട് എൻ്റെ മോളെ ഒന്നും ചെയ്യരുത്. പക്ഷേ മഹേഷാണെങ്കിൽ വിട്ടുകൊടുക്കുന്നില്ല. അവൻ പറയുന്നുണ്ട് നാളെ നീ കോടതിയിൽ സിദ്ധാർത്ഥാണ് മേഘയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛനെന്ന് അടിയുറപ്പിച്ച് പറയണം. അങ്ങനെയെങ്കിലും ചന്ദ്രികയും സിദ്ധാർത്ഥും തമ്മിലുള്ള വിവാഹം മുടങ്ങുക തന്നെ ചെയ്യുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ചെയ്യുന്നു, നിനക്കറിയാമല്ലോ. നിൻ്റെ മോളെ നിനക്ക് ജീവനോടെ വേണമെങ്കിൽ ഇത് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവൻ പിന്നീട് കോള് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ മനീഷാണെങ്കിൽ ഹലോ ഹലോ എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും കോള് കട്ടായിട്ടുണ്ടായിരുന്നു. മഹേഷ് ഛേ മനീഷിന് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ടായിരുന്നു. കുറച്ച് ദൂരത്തോട്ടായിട്ട് ഇതൊക്കെ മാറി നിന്ന് കാണുന്നുണ്ടായിരുന്നു മേഘ. അപ്പോൾ മനീഷിൻ്റെ മുഖഭാവമൊക്കെ കണ്ടപ്പോൾ തന്നെ മേഘയ്ക്ക് മനസ്സിലായി മഹേഷ് എന്തോ നല്ല മുട്ടം പണി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവൾ വിജയിച്ച ഭാവത്തോടു കൂടിയാണ് തിരിച്ച് കോടതിയിലേക്ക് കയറി പോകുന്നത്. തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയ മനീഷല്ല വന്നത് എന്ന് മേഘയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും അവളുടെ ഉള്ളിൽ സംശയമാണ്. ജഡ്ജ് വരാൻ ഇനിയും കുറച്ചധികം സമയമുണ്ട്. പക്ഷേ മനീഷാണെങ്കിൽ പോകുന്നില്ലെന്ന് വാശി പിടിച്ച് ഇവിടെ തന്നെ നിൽക്കുകയാണല്ലോ ചെയ്യുന്നത്. ഇനി ഒരു പക്ഷേ ഇവനെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഇവൻ സത്യങ്ങൾ വിളിച്ചു പറയുമോ, അങ്ങനൊരു ഭയം അവൾക്ക് ഉണ്ടായിരുന്നു. കാരണം എന്താണ് മഹേഷ് അവനെ ഭീഷണിപ്പെടുത്തിയതെന്ന് അവൾക്കറിയില്ലല്ലോ. അപ്പോൾ മനീഷാണെങ്കിൽ ദേഷ്യത്തോടു കൂടിയാണ് മേഘയെ നോക്കി നിൽക്കുന്നത്. ആ സമയത്ത് മേഘയുടെ ഫോണിലേക്ക് മഹേഷിൻ്റെ കോള് വരികയാണ്. അവൾ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. പറയൂ മഹേഷ്. മേഘ, നീ ഒന്നുകൊണ്ടും ടെൻഷൻ ആവേണ്ട. മനീഷ് കോടതിയിൽ സത്യങ്ങളൊന്നും വിളിച്ചു പറയില്ല. ഞാൻ അവന് ശരിയായ പണിയാണ് കൊടുത്തിട്ടുള്ളത്. ആഹാ, അങ്ങനെയാണോ? അതിനു മാത്രം എന്ത് പറഞ്ഞിട്ടാണ് നീ മനീഷിനെ പിടിച്ചു നിർത്തിയത്? അത് ഇപ്പം നീ അറിയേണ്ടതില്ല. നീ കേസ് കഴിഞ്ഞതിന് ശേഷം കോടതിക്ക് പുറത്ത് വന്നിട്ട് എന്നെ ഫോൺ ചെയ്. അപ്പം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. മേഘ കോള് കട്ട് ചെയ്തിട്ട് ഒരു വിജയുടെ ഭാവത്തിലാണ് മനീഷിനെ നോക്കി നിൽക്കുന്നത്. എന്നിട്ട് അവൾ തിരിച്ച് വീണ്ടും മനോഹറിൻ്റെ അടുത്ത് പോയിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് മനീഷാണെങ്കിൽ അവളെ തന്നെ നോക്കി നിന്നിട്ട് ചിന്തിക്കുകയാണ്, എടി ദുഷ്ടേ, സ്വന്തം മകളെ തട്ടിക്കൊണ്ടു പോകാൻ അവസരം കൊടുത്തിട്ട് അത് വെച്ചിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുവാണോ നീ? എന്ത് ജന്മമാണടി നീയൊക്കെ. പക്ഷെ അതേസമയം മേഘയ്ക്ക് അറിയില്ലായിരുന്നു പ്രിയയെ തട്ടിക്കൊണ്ടു പോയിട്ടാണ് മനീഷിനെ ഭീഷണിപ്പെടുത്തി മഹേഷ് നിർത്തിയതെന്ന്. അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും ജഡ്ജ് കോടതിയിലെത്തുകയാണ്. അവർ വന്നപ്പോഴേക്കും എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ട് ബഹുമാനം പ്രകടിപ്പിക്കുന്നുണ്ട്. ആദ്യത്തെ കേസ് വിളിച്ചത് മേഘയുടേത് തന്നെയാണ്. മനീഷ് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് മനീഷ് വന്നിട്ടുണ്ടെന്ന് അവളുടെ വക്കീൽ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ മനീഷിൻ്റെ പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചോ? ഇല്ല യുവർ ഓണർ. അതെന്താ കോടതിയിൽ സമർപ്പിക്കാത്തത്? മനീഷിൻ്റെ പാസ്പോർട്ട് മുൻപ് തന്നെ കളഞ്ഞുപോയി എന്ന് അവരുടെ ഭാഗം ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ ചന്ദ്രികയും സിദ്ധുവും ലക്ഷ്മിയും മഹേന്ദ്രനും ഒക്കെ ആകെ ഷോക്കായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജഡ്ജിയും ചോദിക്കുന്നുണ്ട്, വാട്ട്? അതെ യുവർ ഓണർ, മനീഷിൻ്റെ പാസ്പോർട്ട് മുൻപ് തന്നെ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞിട്ട് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തതിൻ്റെ FIR കോപ്പിയാണിത് എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ കോടതിയിൽ സമർപ്പിക്കുകയാണ്. അപ്പോഴേക്കും സിദ്ധുവിൻ്റെ വക്കീൽ എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, ഒബ്ജക്ഷൻ യുവർ ഓണർ. മനീഷിൻ്റെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. മേഘയുടെ ആൾക്കാർ അത് നഷ്ടപ്പെടുത്തിയിട്ട് അത് കളഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തതാണ് വെറുതെ. മനീഷിൻ്റെ പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ അയാൾ എപ്പോഴാണ് UK പോയത്, എപ്പോഴാണ് തിരിച്ചു വന്നത് എന്നൊക്കെ ഉള്ള സത്യം കോടതിക്ക് മനസ്സിലാവുമല്ലോ. അതുകൊണ്ടാണ് മനീഷിൻ്റെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞിട്ട് മേഘയുടെ ഭാഗം ഇങ്ങനെ വാദിക്കുന്നത്. അത് കേട്ടപ്പോൾ മേഘ ചെറുതായിട്ടൊന്ന് പതറിക്കൊണ്ട് നിൽക്കുകയാണ്. മനീഷാണെങ്കിൽ അവളെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അഡ്വക്കേറ്റ് പറയുന്നുണ്ട്, പക്ഷേ മേഘയുടെ ഭാഗം ഒരു കാര്യം മറന്നുപോയി. മനീഷ് ഏത് തീയതിയിലാണ് UK പോയത്, ഏത് തീയതിയിലാണ് തിരിച്ചു വന്നത് എന്ന എല്ലാ വിവരങ്ങളും ഓൺലൈനിലുണ്ട്. അത് കേട്ടതും മേഘ ശരിക്കും ഷോക്കായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മനീഷും മേഘയുടെ ഭാഗം വക്കീലും. അപ്പോൾ സിദ്ധാർത്ഥിനും ചന്ദ്രികയുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അതിനുള്ള എവിഡൻസ് ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അത് കോടതിയിൽ സമർപ്പിക്കാനുള്ള അനുമതി തരണം. യെസ് എന്ന് പറഞ്ഞ സമയത്ത് അത് ജഡ്ജിയിൽ തന്നെ നേരിട്ട് ഏൽപ്പിക്കുകയാണ്. അവരത് നോക്കിയതിന് ശേഷം മനീഷിനെ കോടതി കൂട്ടിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. മനീഷ്, നിങ്ങൾ മാർച്ച് 8-ാം തീയതിയല്ലേ ഇന്ത്യയിൽ നിന്ന് UK പോയത്? കോടതി ചോദിക്കുകയാണ്. ജനുവരി 8-ാം തീയതിയാണ് UK പോയത് എന്നല്ല അന്ന് നിങ്ങൾ പറഞ്ഞത്? ആ സമയത്ത് മനീഷ് മേഘയെ നോക്കുകയാണ്, ഒന്നും മിണ്ടാതെ. അപ്പോൾ മേഘയുടെ ഭാഗം വക്കീൽ പറയുന്നുണ്ട്, യുവർ ഓണർ, മാർച്ച് 8-ാം തീയതി തന്നെയാണ് മനീഷ് UK പോയത് എന്ന് വെക്കട്ടെ. പക്ഷേ അതിനും ഈ ഒരു കേസിനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. സിദ്ധാർത്ഥ് കാരണം ജീവിതം നശിച്ച മേഘയ്ക്ക് അതിനുള്ള പരിഹാരം ഈ കോടതി നൽകി കൊടുക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. മേഘയുടെ ഭാഗം വക്കീൽ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ സിദ്ധുവിൻ്റെ വക്കീൽ പറയുന്നുണ്ട്, മേഘ ബോധമില്ലാതെ കിടക്കുന്ന സമയത്താണ് സിദ്ധാർത്ഥ് അവരെ ബലാത്കാരം ചെയ്തത് എന്നാണ് അവർ പറയുന്നത്. അതിന് യാതൊരു തെളിവുമില്ല.
പക്ഷേ മേഘ തീർച്ചയായിട്ടും ഒരു മനസ്സിലൊരു തീരുമാനമെടുത്തൊരു പ്ലാനിങ് പ്രകാരമാണ് സിദ്ധാർത്ഥിനെ ഇങ്ങനെ ഒരു കേസിൽ കുടുക്കിയത് എന്നുള്ളത് ഞാനിപ്പോൾ കോടതിയിൽ തെളിയിക്കാം. അതിന് മേഘയെ ചോദ്യം ചെയ്യാനുള്ള അനുമതി കോടതി തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ആ സമയത്ത് മേഘയെ ചോദ്യം ചെയ്യാനുള്ള അനുമതി കോടതി കൊടുക്കുവാണ്. ഒരു കൂട്ടിനകത്ത് മനീഷും മറ്റൊരു കൂട്ടിനകത്ത് മേഘയും വന്ന് നിൽക്കുകയാണ്. അപ്പോൾ സിദ്ധുവിൻ്റെ വക്കീൽ കുറച്ച് കാർഡുകൾ കാണിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, മിസ്സിസ് മേഘ, ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അത് കണ്ടപ്പോൾ മേഘ ചെറുതായിട്ടൊന്ന് ഷോക്കായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൾ സിദ്ധുവും ചന്ദ്രിക ഇരിക്കുന്ന ഭാഗത്തേക്ക് നോക്കുവാണ്. പക്ഷെ എന്നിട്ടും മേഘ പറയുന്നുണ്ട്, ഇല്ല, എനിക്ക് ഓർമ്മയില്ല. അതെങ്ങനെയാ മേഘ അങ്ങനെ പെട്ടെന്ന് മറന്നു പോകുന്നത്? ഇതൊക്കെ നിങ്ങൾ സിദ്ധാർത്ഥിനെ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് കൊടുത്ത ഗ്രീറ്റിംഗ് കാർഡുകളാണ്. അത് കേട്ടതും മേഘ ചമ്മിയൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ഇതൊന്നും നിങ്ങൾ കൊടുത്തതല്ല എന്നാണോ കോടതിയോട് പറയാൻ വേണ്ടി പോകുന്നത്? അഡ്വക്കേറ്റ് വീണ്ടും ചോദിക്കുന്നുണ്ട്. മേഘ ഒന്നും പറയാതെ ആകെ ചമ്മലായിട്ട് നിൽക്കുകയാണ്. ഒപ്പം നല്ല പരിഭ്രമവും അവളിലുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ വീണ്ടും ചോദിക്കുന്നുണ്ട്, പറ മേഘ, ഇതൊക്കെ നിങ്ങൾ സിദ്ധാർത്ഥിനെ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് കൊടുത്ത ഗ്രീറ്റിംഗ് ആണോ അല്ലയോ? പക്ഷെ അപ്പോഴും മേഘ പറയാണ്, ഇല്ല, ഇത് ഞാൻ സിദ്ധാർത്ഥിന് കൊടുത്ത കാർഡുകളൊന്നും അല്ല. ഞാൻ സിദ്ധാർത്ഥിന് കാർഡുകളൊന്നും കൊടുത്തിട്ടുമില്ല, ഞാൻ അവനെ പ്രണയിച്ചിട്ടുമില്ല. അത് കേട്ടതും സിദ്ധു ആകെ ഞെട്ടി നിൽക്കുകയാണ്. അതുപോലെ തന്നെ സിദ്ധാർത്ഥിൻ്റെ വക്കീലും ഒന്ന് ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അത് മനോഹരനും എല്ലാവർക്കും, കാരണം അതൊക്കെ മേഘ കൊടുത്തത് തന്നെയാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ എന്നിട്ടും അഡ്വക്കേറ്റ് അടുത്തൊരു പേപ്പർ എടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, ശരി എങ്കിലായിക്കോട്ടെ, ഇത് നിങ്ങൾ സിദ്ധാർത്ഥിന് കൊടുത്ത ലവ് ലെറ്റർ ആണ് അല്ല എന്ന് പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ടൊരു കടലാസ് കാണിക്കുകയാണ്. മേഘ വീണ്ടും ഷോക്കാവുകയാണ്. ഇത് തൻ്റെ ഹാൻഡ് റൈറ്റ് തന്നെയല്ലേ? അല്ലെങ്കിൽ ഇനി ഇതും തൻ്റെതല്ല എന്ന് പറയാനാണോ പോകുന്നത്? മേഘ ഒന്നും പറയാതെ വേർപ്പ് തുടച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴേക്കും മേഘയുടെ വക്കീൽ എഴുന്നേറ്റ് എന്നിട്ട് പറയുന്നുണ്ട്, കേസിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വലിച്ചു കൊണ്ടുവന്ന് കോടതിയുടെ വിലപ്പെട്ട സമയം നശിപ്പിക്കാനാണ് എതിർഭാഗം വക്കീൽ ശ്രമിക്കുന്നത്. സിദ്ധുവിൻ്റെ വക്കീൽ പറയാണ്, അല്ല യുവർ ഓണർ, ഇതൊക്കെ ഞാൻ മേഘയോട് ചോദിക്കുന്നതിന് വ്യക്തമായ കാരണമുണ്ട്. സിദ്ധാർത്ഥിനെ കുട്ടിക്കാലം തൊട്ടേ മേഘ പ്രണയിക്കുന്നുണ്ട്. പക്ഷേ സിദ്ധാർത്ഥാണെങ്കിൽ മേഘയുടെ പ്രണയം ഒരിക്കലും സ്വീകരിച്ചിട്ടുമില്ല. സിദ്ധാർത്ഥാണെങ്കിൽ ചന്ദ്രികയാണ് പ്രണയിച്ചിരുന്നത്. അത് മേഘയെ കൊണ്ട് സഹിക്കാനാവുന്നതായിരുന്നില്ല. അതുകൊണ്ട് സിദ്ധാർത്ഥിനെ കുറ്റക്കാരനാക്കാൻ വേണ്ടിയാണ് സിദ്ധാർത്ഥിൻ്റെ മേൽ ഇല്ലാത്ത ഇങ്ങനെ ഒരു ആരോപണം ചാർത്തി അയാളെ കുറ്റക്കാരനാക്കാൻ മേഘ ശ്രമിക്കുന്നത്. മേഘ ആകെ ടെൻഷനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ജഡ്ജി ചോദിക്കുന്നുണ്ട്, മേഘ, സിദ്ധാർത്ഥിനെ നിങ്ങൾ പ്രണയിച്ചതും സിദ്ധാർത്ഥ് തിരിച്ച് നിങ്ങളെ പ്രണയിക്കാതിരുന്നതും ഒക്കെ സത്യമാണോ? പറയും മേഘ, നിങ്ങളെന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? മേഘ അവളുടെ അഡ്വക്കേറ്റിനെ നോക്കുകയാണ്. അപ്പോൾ അവരും പറയുന്നുണ്ട് സംസാരിക്കാൻ. അപ്പോൾ മേഘ പറയുന്നുണ്ട്, സിദ്ധുവിൻ്റെ അഡ്വക്കേറ്റ് പറയുന്നതൊക്കെ മുഴുവൻ കള്ളമാണ്. ഞാൻ ഇതുവരെ സിദ്ധാർത്ഥിനെ പ്രണയിച്ചിട്ടുമില്ല, അയാളെ ഞാൻ പ്രപ്പോസ് ചെയ്തിട്ടുമില്ല. അത് കേട്ടപ്പോൾ സിദ്ധു തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. സിദ്ധാർത്ഥാണ് എന്നെ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ ടോക്സിക്കായിട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരുന്നത്. ഞാനൊരിക്കലും അയാളുടെ പ്രണയത്തെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മേഘ എത്ര നന്നായിട്ട് കള്ളം പറയുന്നതെന്ന് നോക്കി നിൽക്കുകയാണ് സിദ്ധുവും മനോഹരനും ഒക്കെ. അപ്പോൾ മേഘ നല്ല ആളായിട്ട് പറയുന്നുണ്ട്, ആ ഒരു ദേഷ്യം കൊണ്ടാണ് സിദ്ധാർത്ഥ് ബോധമില്ലാതെ ഇരുന്ന് എന്നെ മോശമായി ഉപയോഗിച്ചത്. മേഘ പറയുന്നത് കേട്ടിട്ട് എല്ലാവരും ഞെട്ടിയിട്ടുണ്ടായിരുന്നു, മനീഷ് ഉൾപ്പെടെ. അപ്പോൾ മനോഹരൻ ചിന്തിക്കുകയാണ്, എൻ്റെ ദൈവമേ, ഈ മേഘ എങ്ങനെയൊക്കെയാണ് കള്ളം പറയുന്നത്? ഇവളല്ലേ സിദ്ധാർത്ഥിൻ്റെ പിന്നാലെ നടന്നിട്ട് സിദ്ധാർത്ഥിനെ പ്രണയിച്ചുകൊണ്ടിരുന്നത്? മുഴുവനായിട്ട് ഇവൾ തിരിച്ചു പറയുകയാണല്ലോ. സിദ്ധു ആണെങ്കിൽ വല്ലാത്ത ദേഷ്യത്തോടെയും സങ്കടത്തോടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അവൻ്റെ വക്കീൽ പറയുന്നുണ്ട്, ഇല്ല യുവർ ഓണർ, മേഘ പറഞ്ഞത് മുഴുവൻ കള്ളമാണ്. മേഘ പറയുന്നതിന് ഒരു തെളിവുമില്ല. സിദ്ധാർത്ഥിനെ അവൾക്ക് കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് സിദ്ധാർത്ഥാണ് തന്നെ ബലാത്കാരം ചെയ്തത് എന്ന് മേഘ കള്ളമുണ്ടാക്കി പറയാണ്. അതിനു വേണ്ടിയിട്ടാണ് അവൾ സിദ്ധാർത്ഥിൻ്റെ വിവാഹം പോലും മുടക്കുന്നത്. അപ്പോഴും മേഘയുടെ വക്കീൽ പറയുന്നുണ്ട്, ഒബ്ജക്ഷൻ യുവർ ഓണർ, ഈ ഒരു ഇരയായിട്ടുള്ള മേഘയാണ് സിദ്ധാർത്ഥ് പിന്നാലെ നടന്ന് പ്രണയിച്ചിട്ട് ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നത്. സിദ്ധാർത്ഥ് പലതവണ മേഘയോട് മോശമായി പെരുമാറാൻ ശ്രമിച്ചിട്ടുണ്ട്. മേഘ അവൻ്റെ പ്രണയം സ്വീകരിക്കാത്തത് കാരണമാണ് വീട്ടിൽ ആരുമില്ലാത്ത ഇങ്ങനെ ഒരു അവസരം നോക്കി സിദ്ധാർത്ഥ് മേഘയുടെ ജീവിതം നശിപ്പിച്ചത്. മേഘയുടെ വക്കീലും അവൾക്കൊപ്പം തന്നെ കള്ളം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ സിദ്ധുവിൻ്റെ അഡ്വക്കേറ്റ് പറയുന്നുണ്ട്, ഒബ്ജക്ഷൻ യുവർ ഓണർ, ഒരു തെളിവും ഇല്ലാതെ എൻ്റെ കക്ഷിയെ കുറ്റവാളി എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അങ്ങനെ പറയാൻ ഈ കോടതി അനുവദിക്കരുത്. സിദ്ധാർത്ഥ് പഠിപ്പും അറിവുമുള്ള ഒരാളാണ്. വലിയൊരു അംഗീകാരമുള്ളൊരു കുടുംബത്തിലാണ് അയാൾ ജനിച്ചു വളർന്നത്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരാളുടെ പേരിൽ ഇങ്ങനെ ഒരു കുറ്റം ഒരു തെളിവുമില്ലാതെ ചാർത്തിയിട്ട് അയാളെ കുറ്റവാളി എന്ന് വിളിക്കുന്നതിനോട് എനിക്കൊരിക്കലും യോജിക്കാൻ പറ്റില്ല. അതിനെ ഈ കോടതി തന്നെ വിലക്കേണ്ടതാണ്. സിദ്ധാർത്ഥ് കുറ്റവാളിയാണോ അല്ലയോ എന്നുള്ളത് ഈ കോടതിയാണ് തീരുമാനിക്കേണ്ടത്. അതിനു മുമ്പ് തന്നെ അയാളെ കുറ്റവാളി എന്ന് മുദ്ര ചാർത്തിയിട്ട് അങ്ങനെ വിളിക്കാൻ വേണ്ടി എതിർഭാഗം വക്കീലിന് യാതൊരു അവകാശവും ഇല്ല. അതിന് ഞങ്ങൾ അനുവദിക്കുകയുമില്ല. നിങ്ങൾ പറഞ്ഞതിനോട് കോടതി അംഗീകരിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ പറയൂ.
അപ്പോൾ മിസ്റ്റർ മനീഷിനെ എനിക്ക് വിചാരണ ചെയ്യാൻ വേണ്ടി അനുമതി തരണം യുവർ ഓണർ. ഒബ്ജക്ഷൻ സസ്റ്റീഡ് എന്ന് പറയുകയാണ്. മനീഷിൻ്റെ അടുത്തേക്ക് സിദ്ധുവിൻ്റെ അഡ്വക്കേറ്റ് പോവുകയാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ. ആ സമയത്ത് മേഘ വല്ലാത്ത പരിഭ്രമത്തിൽ ചിന്തിക്കുന്നുണ്ട്. അയ്യോ, മനീഷിനോട് ഇവരെന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവൻ എന്തെങ്കിലും വായി വിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യുക? മേഘയും നിങ്ങളും തമ്മിൽ പിരിഞ്ഞിട്ടാണ് ജീവിക്കുന്നത് എന്നാണ് മേഘ പറഞ്ഞത്. അത് സത്യമാണോ? അതെ. എത്ര കാലമായി നിങ്ങൾ തമ്മിൽ വേർപിട്ട് താമസിക്കുന്നു? മേഘയെ നോക്കിക്കൊണ്ട് മനീഷ് പറയാണ്, 7 വർഷം. മേഘയെ നിങ്ങൾ വേർപിരിയാനുള്ള കാരണം എന്തായിരുന്നു? മേഘ നിങ്ങൾക്കൊപ്പം ജീവിക്കാൻ തയ്യാറാവാത്തതാണോ, നിങ്ങൾ മേഘയ്ക്കൊപ്പം ജീവിക്കാൻ തയ്യാറാവാത്തതാണോ? അപ്പോൾ മനീഷ് പറയുന്നുണ്ട്, മേഘ എനിക്കൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതിന് കാരണം നിങ്ങൾ പാവപ്പെട്ടവനാണതാണോ, അതോ കല്യാണത്തിന് മുമ്പ് തന്നെ മേഘ സിദ്ധുവിനെ പ്രണയിച്ചതാണോ? മേഘ പറയരുത് എന്ന അർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ടേയിരിക്കുകയാണ് മനീഷ് അവളെ നോക്കുന്ന സമയത്ത്. അപ്പോൾ അഡ്വക്കേറ്റ് പറയുന്നുണ്ട്, മനീഷ് നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്, മറുപടി പറയൂ മനീഷ്. പക്ഷെ അവൻ അപ്പോഴും ഒന്നും പറയാതെ തലതാഴ്ത്തി നിൽക്കുകയാണ്. അപ്പോൾ മേഘയുടെ അഡ്വക്കേറ്റ് പറയുന്നുണ്ട്, ഒബ്ജക്ഷൻ യുവർ ഓണർ. മേഘയോടും മനീഷിനോടും അനാവശ്യമായ ചോദ്യങ്ങളാണ് എതിർഭാഗം വക്കീൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മേഘയുടെ ആദ്യ വിവാഹ ജീവിതം ഈ വഴക്കിനിടയിലേക്ക് കൊണ്ടുവരേണ്ട എന്ന് താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. അപ്പോൾ അഡ്വക്കേറ്റ് പറയുന്നുണ്ട്, മേഘയെ ബുദ്ധിമുട്ടിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ വേണ്ടിയിട്ടല്ല അവളുടെ ആദ്യത്തെ വിവാഹ ജീവിതം ഞാനിവിടെ കൊണ്ടുവന്നത്. മേഘയുടെ യഥാർത്ഥ സ്വഭാവം ഈ കോടതിക്ക് മുൻപിൽ വെളിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചത്. മേഘയുടെ യഥാർത്ഥ ക്യാരക്ടർ എന്താണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ കോടതിയിൽ എനിക്ക് സത്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുള്ളൂ. യു ക്യാൻ പ്രൊസീഡ്. ജഡ്ജ് സമ്മതം കൊടുക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, മേഘ മനീഷിൻ്റെ കൂടെ എന്താണ് ജീവിക്കാൻ തയ്യാറാവാത്തത് എന്ന് വിചാരിച്ചാൽ അയാളൊരു പാവപ്പെട്ട മനുഷ്യനാണ്. മറ്റൊരു കാരണം, മേഘ കല്യാണത്തിന് മുമ്പ് തന്നെ സിദ്ധാർത്ഥിനെ വൺ സൈഡായിട്ട് പ്രണയിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ മേഘയുടെ ഇൻറ്റൻഷൻ കോടതിക്ക് നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. മേഘയെ അപമാനിക്കുന്ന തരത്തിൽ തന്നെ ആയിരുന്നു അഡ്വക്കേറ്റ് സംസാരിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ മേഘ തൊലിയുന്ന അവസ്ഥയിലാണ് കോടതി കൂട്ടിനുള്ളിൽ നിൽക്കുന്നത്. അപ്പോൾ അഡ്വക്കേറ്റ് പറയുന്നുണ്ട്, സിദ്ധുവിനെ മറക്കാൻ പറ്റാത്തത് കൊണ്ടാണ് മേഘ ആദ്യത്തെ വിവാഹ ജീവിതത്തിൽ നിന്നും പിൻവാങ്ങിയത്. സിദ്ധു തൻ്റെ പ്രണയം സ്വീകരിക്കാത്തത് കൊണ്ടും അവനെ തൻ്റെ ജീവിതത്തിലേക്ക് കിട്ടാത്തത് കൊണ്ടും അവനെതിരെ അവൾ എപ്പോഴും ഒരു ശത്രുത മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടായിരുന്നു യുവർ ഓണർ. തനിക്ക് കിട്ടാത്ത സിദ്ധാർത്ഥിനെ മറ്റൊരു പെണ്ണിനും കിട്ടാൻ പാടില്ല എന്ന് മേഘ ആദ്യം തന്നെ തീരുമാനിച്ചതാണ്. അതിനു പുറമെ സിദ്ധാർത്ഥിനോട് എന്നതുപോലെ തന്നെ ചന്ദ്രികയോടും മേഘയ്ക്ക് ഒത്തിരി ദേഷ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യസമയം നോക്കി സിദ്ധാർത്ഥ് ചന്ദ്രികയെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ച ആ സമയത്ത് തന്നെ മേഘ സിദ്ധാർത്ഥിനെതിരെ ഇങ്ങനെയൊരു കംപ്ലൈൻറ്റ് കൊടുക്കുകയും അയാളുടെ കുഞ്ഞാണ് തൻ്റെ വയറ്റിൽ വളരുന്നത് എന്ന് പറഞ്ഞിട്ട് അയാളുടെ വിവാഹ ജീവിതം മുടക്കുകയും സിദ്ധാർത്ഥ് ചന്ദ്രികയെ കെട്ടിയ താലി പിടിച്ചു വലിച്ച് പൊട്ടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മേഘ. മേഘയുടെ ഒരേ ഒരു ജീവിത ലക്ഷ്യം സിദ്ധാർത്ഥിനെ അവൾക്ക് കിട്ടുക എന്ന് മാത്രമാണ്. തനിക്ക് കിട്ടാത്ത സിദ്ധാർത്ഥിനെ മറ്റൊരാൾക്കും കിട്ടരുത് എന്നുള്ള അവളുടെ ഈ ഒരു തീരുമാനമാണ് സിദ്ധാർത്ഥിനെതിരെ ഇത്രയും വലിയൊരു കുറ്റം അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. തനിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള ഓരോരോ അപമാന വാക്കുകളും മേഘയുടെ ശരീരത്തെ തുളച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വളരെ മോശമായൊരു സ്ത്രീയായിട്ടാണ് മേഘയെ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മേഘയ്ക്ക് അവളുടെ ആ ഒരു ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവൾ അലറിക്കൊണ്ട് കോടതിയോട് പറയാണ്, ഇല്ല, ഒരിക്കലും ഇല്ല, ഇവർ പറയുന്നതിൽ കുറച്ചുപോലും സത്യമില്ല. മേഘ പൊട്ടിക്കരഞ്ഞു പോവാണ്. മേഘ അലറുന്നത് കൊണ്ട് തന്നെ കോടതി ഓർഡർ 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 എന്ന് പറയുന്നുണ്ട്. അപ്പോഴൊക്കെ മേഘ ഇങ്ങനെ അലറിക്കൊണ്ടേയിരിക്കുകയാണ്, സത്യമല്ല, ഇവർ പറയുന്നതൊന്നും സത്യമല്ല. മേഘയ്ക്ക് അവളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവൾ പൊട്ടി കരയാണ്. അപ്പോൾ കോർട്ടെന്ന് പറയുന്നുണ്ട്, ഇത് കോടതിയാണ്, ഇവിടെ അനാവശ്യമായി ശബ്ദങ്ങൾ ഉയർത്താൻ പാടില്ല. മേഘയുടെ അഡ്വക്കേറ്റിനോട് ജഡ്ജ് പറയാണ്, നിങ്ങളുടെ കക്ഷിയോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കൂ. മേഘ കാം ഡൗൺ, ഞാൻ സംസാരിച്ചോളാം, അവളുടെ വക്കീൽ പറയുന്നുണ്ട്. യുവർ ഓണർ, മേഘയുടെ ക്യാരക്ടറിനെ ഇങ്ങനെ മോശമായി ചിത്രീകരിക്കുന്നത് ഈ കോടതി അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. മേഘ അവളുടെ ജീവിതത്തിൽ സംഭവിച്ച ഇങ്ങനെയൊരു കാരണത്തിനുള്ള ന്യായം തേടിയാണ് കോടതിയിൽ വന്നിരിക്കുന്നത്. മേഘ പൊട്ടിക്കരയാണ്. മേഘയുടെ ഗർഭത്തിന് ആരാണ് കാരണക്കാരൻ എന്നുള്ളതാണ് ഈ ഒരു പ്രശ്നം, ഈ ഒരു കേസ്. അതിനെക്കുറിച്ച് സംസാരിക്കാതെ മേഘയുടെ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്നതിൽ ഒരു തരിമ്പ് പോലും ന്യായമില്ല. ഇത് കോടതി അനുവദിച്ചു കൊടുക്കാൻ പാടില്ല എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പോൾ കോർട്ട് പറയുന്നുണ്ട്, ഒബ്ജക്ഷൻ ഓവർറൂൾഡ്, യു ക്യാൻ പ്രൊസീഡ്. സിദ്ധുവിൻ്റെ വക്കീലിനോട് സംസാരിക്കാനാണ് കോടതി അനുമതി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ വക്കീൽ വീണ്ടും മനീഷിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആരംഭിക്കുകയാണ്. മിസ്റ്റർ മനീഷ്, സിദ്ധാർത്ഥിനെ നിങ്ങൾക്ക് എത്ര വർഷമായിട്ട് അറിയാം? 3 വർഷമായിട്ട് അറിയാം. സിദ്ധാർത്ഥ് മേഘയോട് മോശമായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അവനൊന്നും പറയാതെ മേഘയെ നോക്കുന്ന സമയത്ത് മേഘ തലയാട്ടി കാണിച്ചു കൊടുക്കുകയാണ്, അതേ എന്ന് പറയാൻ വേണ്ടിയിട്ട്.
അവനാണെങ്കിൽ മിണ്ടാതെ നിൽക്കുന്ന കണ്ടിട്ട് സിദ്ധുവിനും ചന്ദ്രയ്ക്കും മഹേന്ദ്രനും ലക്ഷ്മിക്കും ഒക്കെ വല്ലാത്ത ദേഷ്യവും സങ്കടവും തോന്നുവാണ്. കാരണം മനീഷിനെ അങ്ങനെ ഒരാളായിട്ടല്ല അവർ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ സമയത്ത് മനീഷിൻ്റെ മനസ്സിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരുന്നത് മഹേഷ് പറഞ്ഞ കാര്യങ്ങളാണ്. സിദ്ധാർത്ഥാണ് മേഘയുടെ ഗർഭത്തിന് ഉത്തരവാദിയെന്ന് നീ കോടതിയിൽ അടിയുറച്ചു പറയണം. ഒരു കാരണവശാലും നിന്റെ കുഞ്ഞാണ് മേഘയുടെ വയറ്റിൽ വളരുന്നത് എന്ന് നീ കോടതിയിൽ പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് കോടതിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിനക്ക് നിന്റെ മകളെ ജീവനോടെ കാണാൻ സാധിക്കില്ല. മനീഷ് ആകെ കൺഫ്യൂഷനായിട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അവൻ്റെ മനസ്സ് നിറയെ മഹേഷിൻ്റെ വാക്കുകൾ തന്നെ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചു പോകുമ്പോൾ പ്രിയെ ജീവനോടെ കാണില്ല എന്നുള്ള അവൻ്റെ ഭീഷണി. അപ്പോൾ അഡ്വക്കേറ്റ് വീണ്ടും ചോദിക്കുന്നുണ്ട്, പറയൂ മനീഷ്, സിദ്ധാർത്ഥ് മേഘയോട് മോശമായി നടക്കുന്ന ഒരാളാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പറയൂ മനീഷ്, ചോദ്യം നിങ്ങളോടാണ്. സിദ്ധാർത്ഥ് അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയാണോ? വീണ്ടും വീണ്ടും ആ ചോദ്യവും അതുപോലെ തന്നെ മഹേഷിൻ്റെ ആ ഒരു ഭീഷണിയും മനീഷിനെ ഇങ്ങനെ തളർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അവന് തലകറങ്ങുന്നത് പോലെ തോന്നുന്നുണ്ടായിരുന്നു. എല്ലാവരും മനീഷിനെ നോക്കി നിൽക്കെ അവനവിടെ ആ കോടതിക്കൂട്ടിനുള്ളിൽ ബോധം കെട്ട് വീഴുകയാണ്. ശരിക്കും എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുകയാണ്, കോടതി ഉൾപ്പെടെ. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.